പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ച് ആരംഭിച്ച ഏതെങ്കിലും ഒരു സംഗതി പൂർത്തീകരിക്കാൻ കഴിയാതെ ഈ രാവിലെയും വലിയ വിഷമത്തോടുകൂടെ വേദനയോടുകൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ? വളരെ ആഗ്രഹത്തോടെ ആരംഭിച്ച ആ ബിസിനസ് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരാളാണോ? വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടു കൂടെ ആരംഭിച്ച ആ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമത്തോടുകൂടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങൾ? ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ എനിക്കൊരു സന്ദേശമുണ്ട്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴുമൊക്കെ വളരെ ആഗ്രഹത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച പല സംഗതികളും എന്തൊക്കെയോ കാരണത്താൽ നമ്മുടെ കൈവിട്ടു പോയിട്ടുണ്ട്. പലപ്പോഴും അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മേ ബി അത് നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ അത് ബിസിനസ്സായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിരിക്കാം, നമ്മുടെ കുടുംബജീവിതമായിരിക്കാം, ശുശ്രൂഷകളായിരിക്കാം, ഏതുമായിക്കൊള്ളട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്ന ചില പ്രോജക്റ്റുകൾ. പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ആഗ്രഹത്തോടുകൂടി അവർ ആരംഭിക്കുന്ന ചില കോഴ്സൊക്കെ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ബിസിനസ് സംരംഭങ്ങൾ പകുതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലരുടെ കുടുംബജീവിതം പകുതി വഴി വെച്ച് ഉപേക്ഷിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ദൈവദാസന്മാർ ചിലപ്പോഴൊക്കെ അവരുടെ ശുശ്രൂഷകൾ പകുതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായിരിക്കാം ഇങ്ങനെ പകുതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കപ്പെടുന്ന ഈ പ്രോജക്റ്റുകൾ? എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ? നിശ്ചയമായിട്ടും അവരുടെ ജീവിതത്തിൽ വന്നു കയറുന്ന ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവർ പ്രതീക്ഷിക്കാത്ത ചില അട്ടിമറികൾ, ഇതവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയ ആ സംരംഭങ്ങളെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാൻ കാരണമായി തീരുകയാണ്. സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം, ചിലപ്പോൾ കൂടെ ഉണ്ടായിരിക്കുന്നവർ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കാം, കൂടെ ഉണ്ടായിരിക്കുന്നവർ ചതിച്ചതായിരിക്കാം. ഇങ്ങനെ പലവിധമായിരിക്കുന്ന വിഷയങ്ങളാൽ പലരും അവർ പ്രാർത്ഥനയോടെ ആരംഭിച്ച, വളരെ പ്രതീക്ഷയോടുകൂടെ ആരംഭിച്ച പല സംഗതികളും പകുതി വഴിക്ക് വെച്ച് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ തിരുവെഴുത്ത് ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നീ കർത്താവിൻ്റെ സഹായത്താലാണ് ഒരു പദ്ധതി ആരംഭിച്ചതെങ്കിൽ അതിനെ പൂർത്തീകരിക്കാൻ കർത്താവ് നിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. നീ ആരംഭിച്ചിരിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിൽ, നീ എടുത്തിരിക്കുന്ന ഈ കോഴ്സിൽ ദൈവത്താൽ ഒരു ആരംഭം അതിനകത്തുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും കുഞ്ഞെ, ഞാൻ നിന്നോട് പറയുന്നു, എത്ര പ്രതിസന്ധി ഉണ്ടായിരുന്നാലും, എത്ര വെല്ലുവിളി ഉണ്ടായിരുന്നാലും, എത്ര വലിയ ഭാരം നിൻ്റെ വിദ്യാഭ്യാസത്തിന് നേരിട്ടായിരുന്നാലും നിശ്ചയമായിട്ടും അതിനെ പൂർത്തീകരിക്കാൻ ദൈവം നിൻ്റെ കൂടെ നിൽക്കും. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്താലാണ് ഈ ബിസിനസ് ആരംഭിച്ചതെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ ഈ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടതെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിശ്ചയമായിട്ടും കർത്താവ് ഇതിനെ പൂർത്തീകരിക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അവനൊരിക്കലും പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് നിന്നെ നാശത്തിലേക്ക് തള്ളിയിടുന്ന ദൈവമല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നവർ ഇറങ്ങിപ്പോയത് നിമിത്തം, അവർ നമ്മളെ ചതിച്ചത് നിമിത്തം, നമുക്ക് വരുത്തിയ നഷ്ടങ്ങൾ നിമിത്തം പലവിധമായിരിക്കുന്ന പദ്ധതികൾ നമ്മൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഒരിക്കലും ചതിക്കാത്ത, ഒരിക്കലും കളവ് പറയാത്ത, ഒരിക്കലും നമ്മളെ വഞ്ചിക്കാത്ത ഒരുവൻ ഇന്ന് രാവിലെ നമ്മുടെ കൂടെയുണ്ട്. അവനാൽ നമുക്ക് പുതിയതൊന്ന് ആരംഭിക്കാൻ, അല്ല, ഈ ആരംഭിച്ചത് തന്നെ ഒന്ന് അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട ശുശ്രൂഷകൾ, വളരെ താല്പര്യത്തോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ചില നാളുകൾ കഴിഞ്ഞ് ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ കഴിയാതെ മടങ്ങിപ്പോകുന്ന ഒരുപാട് ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ കർത്താവാണ് വിളിച്ചതെങ്കിൽ, നിങ്ങൾക്കൊരു ശുശ്രൂഷ തന്നത് ദൈവമാണെങ്കിൽ, കർത്താവിൻ്റെ വിളിയും പ്രകാരമാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ, നിങ്ങളുടെ ഈ ശുശ്രൂഷകളെ പൂർത്തീകരിക്കാൻ കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കും. 3.5 കൊല്ലം കഴിഞ്ഞ് യേശു തൻ്റെ ശിഷ്യന്മാരെ തനിച്ചാക്കിയിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്: ഞാൻ നിങ്ങളെ ഒരു നാളും
അനാഥരായി വിടത്തില്ല. ഒരുപക്ഷെങ്കിൽ എൻ്റെ സാന്നിധ്യം, എൻ്റെ ശാരീരികമായിരിക്കുന്ന സാന്നിധ്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയത്തില്ല. പക്ഷേ എൻ്റെ ആത്മരൂപിയായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട ആ ശുശ്രൂഷകൾ പുനരാരംഭിക്കാൻ കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കും. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പൗലോസ് ലീഗ ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. പല പദ്ധതികളും അട്ടിമറിച്ചിട്ട് പകുതി വഴിയിൽ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അത് പൈശാചിക സ്വാധീനങ്ങളാണ്. എന്നാൽ ഇന്ന് രാവിലെ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ പൂർത്തീകരിക്കുന്ന ഒരുവൻ ഇന്ന് രാവിലെ ഈ ദൈവവചന കേൾവിയാൽ നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ദൈവത്താൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരംഭിച്ച ചില പദ്ധതികൾ, നിങ്ങൾ ചുവടുവെച്ച ചില സംഗതികൾ, നിങ്ങൾ ആരംഭിച്ച വിദ്യാഭ്യാസം, നിങ്ങൾ ആരംഭിച്ച ബിസിനസ്, അത് പൂർത്തീകരിക്കാൻ, നിങ്ങളുടെ കുടുംബജീവിതം അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ ദൈവവചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.